നമ്മുടെ പാൻ ഇന്ത്യ ലേഡി സൂപ്പർ സ്റ്റാർ മേഘ പുള്ളിക്കാരിയുടെ ഒരു പോസ്റ്റ് ആയിരുന്നു സുഹൃത്തുക്കളെ. ഞാൻ ഇറങ്ങി വന്നു എന്നുള്ളത് സത്യം. 10 ദിവസം ഞാൻ അനൂപിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ രജിസ്റ്റർ മാരേജ് എപ്പോഴാ? അതൊക്കെ 3-4 കുട്ടികളായിട്ട് പോരെ. അപ്പൊ പിന്നെ സാക്ഷി ഒപ്പിടാൻ പുറത്തുനിന്ന് ആളെ വിളിക്കണ്ടല്ലോ. അത് സമ്മതിച്ചല്ലോ. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ അച്ഛനെ കാണാൻ വീട്ടിൽ പോയി. അപ്പോ എടുത്ത ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തു. നല്ല ബെസ്റ്റ് മോളാ. ഇതിന്റെ ഒരു വിത്ത് കിട്ടോ? ഞങ്ങളുടെ സൈസ് ഇല്ല. തിരികെ ഞാൻ ഒരു ദിവസം കഴിഞ്ഞപ്പോ അനൂപിന്റെ വീട്ടിൽ തിരിച്ചു വന്നു. ഇപ്പോഴും ഞാൻ അവിടെ തന്നെ ഉണ്ട്. കർത്താവ് നല്ലൊരു കുടുംബജീവിതം കൊടുക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാം. ഒരാളുടെ കൂടെ ഇറങ്ങി വന്നത് കളഞ്ഞിട്ട് പോകാൻ വേണ്ടിയല്ല. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ഞാൻ അവിടുന്ന് ഇറങ്ങി വന്നതിന് എന്റേതായ കാരണങ്ങളുണ്ട്. അത് എനിക്ക് പബ്ലിക്കിന്റെ മുന്നിൽ പറയാൻ യാതൊരു താല്പര്യമില്ല. പറയുന്നേ, ഞാൻ ആരോടും പറയില്ല. നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. ഈ പറഞ്ഞ പുള്ളിയോ ഞാനോ നേരിട്ട് വന്ന് ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ സുഹൃത്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികൾ പലതും പറയും. അതാരും വിശ്വസിക്കണ്ട. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. അറിയുന്ന വാർത്തകൾ പൊടിപ്പും തൊങ്ങലും ചെയ്ത് നല്ല വെടിപ്പായിട്ട് 4 ആളോട് പറയുന്നതുകൊണ്ട് തെറ്റില്ല. പിന്നെ നമ്മുടെ നാട് നാറിക്കിടക്കുന്നത് നാറിയ വാർത്തയല്ലേ ഉണ്ടാവുള്ളൂ. എന്താണെങ്കിലും മേഘ ടുറുലഭാണ്. എന്നാണെങ്കിലും അങ്ങനെ ഇറങ്ങി വന്നത് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള ഒരു ആത്മാർത്ഥ പ്രണയം തന്നെയാണ് പുള്ളിക്കാരി ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. രണ്ടുപേരും കൂടെ ഉള്ള ഇടപാട് എനിക്ക് അറിയില്ല വിചാരിക്കില്ല. പള്ളേലാവുമ്പോഴേ നീ വിവരറിഞ്ഞോളടി. മാത്രമല്ല ഞങ്ങൾ തമ്മിൽ കുറ്റങ്ങൾ പറയില്ല എന്ന് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. ഇവരൊരു കരാർ ഇട്ട് വെച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. അഖിലുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വഴി അറിയില്ലെന്ന് പറഞ്ഞു. ഒരു മീഡിയയ്ക്കും ഇവര് വോയിസ് കൊടുക്കുകയെന്ന് പറഞ്ഞ് ഒരു കരാറുണ്ട്. അവനവന്റെ ജോലി ചെയ്താൽ മതി. പരസ്പരം പാരപണിയരുത്. പണിതാൽ നീയും സീറോ ഞാനും സീറോ. പണിതില്ലെങ്കിൽ നീയും ഹീറോ ഞാനും ഹീറോ. ഈ മേഘ ഇവന്റെ കൂടെ പോയി താമസം തുടങ്ങി. അതെ മേഘ താമസം തുടങ്ങി. പിന്നെ അവന്റെ ഒരു ചെറിയ വീടും അസൗകര്യമൊക്കെ ആയതുകൊണ്ട് മേഘയ്ക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അച്ഛനെ വിളിച്ചു. ഞാൻ വർക്ക് ചെയ്യണമെങ്കിൽ ചില കണ്ടീഷനുകളൊക്കെ ഉണ്ട്. വാഷിംഗ് മെഷീൻ, പ്രഷർ കുക്കർ, കുക്കിംഗ് റേഞ്ച്, ഇതൊക്കെ വേണം. അവിടെ സൗകര്യ കുറവായതുകൊണ്ട് അച്ഛൻ അംഗീകരിച്ച് ഇവനെ കെട്ടി സുഖമായിട്ട്. അവന് സാമ്പത്തികത്തിന്റെ കുറവുള്ളൂ, അച്ഛന് സാമ്പത്തികം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് വേറെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ അവനെ ഇവിടെ കൊണ്ടുവന്ന് താമസിച്ച് അവർ ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള ഒരു ചുറ്റിക്കളിയാണ് മേഘ നടത്തിയത്. അയ്യോ, ഇങ്ങനെ പെമ്മക്കൾ ഉണ്ടാവാനെ പുണ്യം ചെയ്യണം. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. അച്ഛൻ ഇപ്പോഴത്തെ നിലപാട് എന്താണ്? മേഘയുടെ അച്ഛൻ നിലപാട്? അച്ഛൻ പറയുന്നത് എന്ത് ചെയ്യാനാ, ഇനിയിപ്പോ ഈ ബന്ധത്തെ സമ്മതിക്കാതെ വേറെ നിർത്തിയില്ല. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? അച്ഛൻ പറഞ്ഞ ഈ പെണ്ണിന്റെ പ്രാന്താണ് അച്ഛന്. അത്ര സ്നേഹമാണ്. അതുകൊണ്ട് അംഗീകരിക്കാന്നുള്ള രീതിയിലാണ് അച്ഛൻ നിൽക്കുന്നത്. ഈ രോഗത്തിന് ഒരു ചികിത്സയേ ഉള്ളൂ. രാത്രിയിൽ നാഷണൽ ഹൈവേ കൊണ്ടുപോയി കുറച്ച് ഭൃതിഞ്ചകൻ ലേഹ്യം കൊടുത്ത് ഫുട്പാത്തിൽ മയക്കി കിടത്തുക. രാത്രിയിൽ എഴുന്നേറ്റ് ഏതെങ്കിലും ലോറിക്ക് അടവച്ചോളും.